ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഉണക്കമാന്തൽ ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗളെടുത്ത് ഉണക്കമാന്തൽ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉപ്പ് കളയാനും അതുപോലെ തന്നെ തൊലി ഇളകി വരാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയാണ് ക്ലീൻ ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഉണക്കമാന്തൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ തലയൊന്ന് ഇതുപോലെ ഒന്ന് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ തൊലിയൊന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ ഉണക്കമാന്തൽ ക്ലീൻ ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ, അതിൻ്റെ മുകളിലുള്ള തൊലി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുക. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മീൻ പൊരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഓരോ മീനായിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒന്ന് പൊരിച്ച് നോക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെയാണോ ഉണക്കമീൻ പൊരിക്കുകയെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്, ചുമ്മാ അത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, മീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയൊന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഉണക്കമാന്തൽ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഉണക്കമാന്തൽ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ